ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മേറ്റുമാരുടെ ചുമതലകളെക്കുറിച്ചാണ് സംസാരിച്ചത്. മേറ്റുമാരുടെ ചുമതലകളിൽ 1 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 11 മുതൽ 20 വരെ നമുക്കിന്ന് നോക്കാം. 11ാമത്തത്, തൊഴിൽ സ്ഥലത്ത് സൂക്ഷിക്കേണ്ട പ്രധാന രേഖകളായ മസ്ട്രോൾ, സൈറ്റ് ഡയറി, എസ്റ്റിമേറ്റ് എന്നിവയുടെ സൂക്ഷിപ്പ്. 11ാമത്തത് അതാണ് പറയുന്നത്. 12, സാധന സാമഗ്രികൾ, ആവശ്യമായ പ്രവൃത്തികൾക്കുള്ള സാധനങ്ങൾ എൻജിനീയർ, ഓവർസിയർമാർ പക്കൽ നിന്നും ഏറ്റുവാങ്ങി സൂക്ഷിക്കുകയും എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 12ാമത്തത്. അപ്പോൾ ഞാൻ തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ പരമാവധി ഗ്രൂപ്പുകളിലേക്കും പിന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ 13ാമത്തത്, വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കേണ്ട ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കൽ. അപ്പോൾ തൊഴിലുറപ്പ് വഴി വ്യക്തിഗത ആനുകൂല്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പിന്നെ ആട്ടിൻകൂട്, കോഴിക്കൂട്, തൊഴുത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ലഭ്യമാക്കേണ്ട ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, അർഹരായിട്ടുള്ള ആരൊക്കെയാണ് എന്നത് പിന്നെ ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുക, അവർക്ക് ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് 13ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അടുത്തത് 14ആണ്. തൊഴിലാളികളുടെ ബാങ്കിങ് സംബന്ധമായ വിഷയങ്ങളിൽ സഹായം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ പല തൊഴിലാളികൾക്കും ബാങ്കിങ്ങുമായിട്ടൊന്നും അത്ര ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അതുമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ആധാർ എവിടെയാണോ ലിങ്ക് ചെയ്ത് അവിടത്തേക്കാണ് പൈസ വരും കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കും. നിങ്ങൾ പൈസ വരുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേഷൻ ഏതെങ്കിലും ബാങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുകയോ എന്തെങ്കിലും അപ്ഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവരെ വേറൊരു അക്കൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ കൂടി പിന്നെ ആ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ട് ആ ബാങ്കിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തൊഴിലാളികളുടെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സഹായം നൽകുക എന്നതാണ് 14ാമത്തെ പോയിൻ്റ്. 15, പ്രൊജക്റ്റ് മീറ്റിങ്ങിൻ്റെ ഹാജരും മിനിറ്റ്സും എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് മീറ്റിങ്ങിൽ ഹാജരായിട്ടുള്ള ആൾക്കാർക്കാണ് ജോലി. അപ്പോൾ അതിൻ്റെ പിന്നെ മീറ്റിങ്ങിൻ്റെ ഹാജർ, മിനിറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ പദ്ധതി രൂപീകരണം, ലേബർ ബഡ്ജറ്റ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ടതും പുതിയ പ്രവൃത്തികൾ കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കേണ്ടതുമാണ്. 16ാമത്തെ പോയിൻ്റാണ് അത്. ഇപ്പോൾ പദ്ധതി രൂപീകരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സജീവ പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതാണ് 16ാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി 17ാമത്തത്, തൊഴിൽ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ, മരണം എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിന് നൽകേണ്ടതും ഉചിതമായ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. അപ്പോൾ ചിലപ്പോൾ പല ആൾക്കാർക്കും ജോലി സ്ഥലത്തു നിന്നൊക്കെ അപകടമൊക്കെ പറ്റിയാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക വെച്ചാൽ അത് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അത് അർഹതപ്പെട്ട എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. പിന്നെ ചികിത്സ എന്തെങ്കിലും ലഭ്യമാക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 17ാമത്തത്. ഇനി 18ാമത്തത്, പ്രവൃത്തി സ്ഥലത്ത് തൊഴിലാളികൾ കൃത്യസമയത്ത് ഹാജരാകുന്നുണ്ട് എന്നും തൊഴിൽ സമയം തീരും വരെ ഇടവേള ഒഴികെയാണ് പ്രവൃത്തി സ്ഥലത്തുണ്ട് എന്നും
ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലേ, നേരത്തെ 1 മുതൽ 10 വരെ പറഞ്ഞ സമയത്ത് ഞാനൊരു എത്രാമത്തെ പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൽ പറയുന്നത് 18ാമത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്: പ്രവൃത്തി സ്ഥലത്ത് തൊഴിലാളികൾ കൃത്യസമയത്ത് ഹാജരാകുന്നുണ്ട് എന്നും തൊഴിൽ സമയം തീരും വരെ ഇടവേളകൾ ഒഴികെ, ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴികെ പ്രവൃത്തി സ്ഥലത്തുണ്ട് എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് 18ാമത്തെ പോയിൻ്റ് പറയുന്നത്. പിന്നെ 19ാമത്തെ പോയിൻ്റ്, തൊഴിലാളികൾക്ക് പ്രവൃത്തിയെ സംബന്ധിച്ച് വിശദീകരിച്ച് നൽകേണ്ടതും ഓരോ ദിവസവും തൊഴിലാളി പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയുടെ അളവ് വീതിച്ച് നൽകേണ്ടതുമാണ്. മിനിമം വേതനം ലഭിക്കാൻ ഒരു ദിവസം ചെയ്യേണ്ട പണിയുടെ തോത് സംബന്ധിച്ച് തൊഴിലാളികൾക്ക് ധാരണ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എത്ര ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്ര പൈസ കിട്ടണമെങ്കിൽ ഇത്ര മിനിറ്റ് നിങ്ങൾ ചെയ്യണം, അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ തൊഴിലാളികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നതാണ് 19ാമത്തെ പോയിൻ്റ്. അപ്പോൾ ഇതൊക്കെ മേറ്റുമാർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 20, 19 ഇപ്പോൾ കഴിഞ്ഞു. 20 വരെയുള്ള പോയിൻ്റുകളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി 21 മുതൽ 30 വരെയുള്ളത് അടുത്തത് പോയിൻ്റിലുണ്ടാവും. ഇത് മുഴുവൻ തൊഴിലാളികളും ഇത് വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഇതിൽ നമുക്ക് കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോഴൊക്കെ മേറ്റ് എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്കും കൂടി അറിഞ്ഞിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ. പിന്നെ അടുത്തത് 20ാമത്തെ പോയിൻ്റാണ്. 20ാമത്തെ പോയിൻ്റ്, തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാക്കേണ്ടതാണ്. അപ്പോൾ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാക്കേണ്ടതാണ് എന്നതാണ് 20ാമത്തെ പോയിൻ്റ്. ഇനി 21 മുതൽ 31 വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഏകദേശം തൊഴിൽ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്, മറ്റുള്ള സ്ഥലത്തും കൂടെ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് പുതിയ കൂലിയൊക്കെ കിട്ടാൻ പോവുകയാണല്ലേ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എന്തായാലും നമ്മൾ കുറേ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇത്രയും ഒരു നീണ്ട ഇടവേള പോലെ തോന്നുന്നുണ്ട്, കുറേ ദിവസമായിട്ട് പണിയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വർദ്ധിച്ച കൂലിയൊക്കെ വാങ്ങിക്കാം എന്നുള്ള പ്രത്യാശയോടുകൂടി എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ, പിന്നെ മാക്സിമം ഷെയർ. ഓക്കെ, താങ്ക് യു.